എപ്പിഫനിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ പ്രാർത്ഥനാപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ പിറവി തിരുനാളിനുള്ള ഒരുക്കമായി നമ്മൾ പ്രാർത്ഥനാപൂർവം ഒരുപാട് ആഗ്രഹത്തോടെ ഈ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് വചനത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ശക്തമായ കൃപ പ്രാപിക്കുന്നതിനുള്ള ഒരവസരമായിട്ട് ഇത് മാറും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ചിന്തകളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടായതിനു ശേഷമാണ് യെശയ്യായ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നത്. അങ്ങനെ യെശയ്യ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ യെശയ്യായ്ക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, യെശയ്യായ്ക്ക് തൻ്റെ ദൈവം ആരാണ്, ദൈവം പരിശുദ്ധനാണെന്ന് മനസ്സിലായി. രണ്ടാമതായി, തൻ്റെ അവസ്ഥ എന്താണ്, താൻ മഹാപാപിയാണെന്ന് മനസ്സിലായി. മൂന്നാമത്, തൻ്റെ നിയോഗം എന്താണ്, ദൈവം എന്നെ ഈ ജനത്തിനിടയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ദൈവാനുഭവത്തിലാണ് ആരാധന ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു. ആരാധകയായ മറിയത്തിൻ്റെ ജീവിതത്തിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ദിവസത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നലെ വായിച്ച വചനഭാഗം യെശയ്യാ പ്രവചനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഒരിക്കൽ കൂടി ആ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവരികയാണ്. യെശയ്യാ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോവും. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ പരിചയമുണ്ട്. ഈ വാക്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മൾ വായിക്കുന്നതാണ്, സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു. കൂരിരുളിൻ്റെ നിഴലിൽ ജീവിച്ചിരുന്നവരുടെ മേൽ ഒരു മഹത്തായ ജ്യോതി ഉദയം ചെയ്തു എന്ന് മത്തായി ഈ യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം, ഈ യെശയ്യാ പ്രവചനം 9-ാം അധ്യായം പറയുന്നത് ഒരു ഭാവി രാജാവിനെ കുറിച്ചാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം രാജാവാണ്. അദ്ദേഹം ഹൃദയങ്ങളുടെ രാജകുമാരനാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവാണ് യേശു. ആ യേശു വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, ആ പ്രദേശം അവൻ്റെ വരവിൽ വലിയ ആഹ്ലാദം അറിഞ്ഞു. എന്താണ് യെശയ്യാ ഈ പ്രദേശങ്ങളെ പരാമർശിക്കുന്നതിന് കാരണം? അതിന് ഒരു പശ്ചാത്തലമുള്ളത്, ഇസ്രായേൽ ജനം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇസ്രായേൽ ജനത മുഴുവൻ അടിമത്തത്തിലേക്ക് നീങ്ങിയത്, അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് നീങ്ങിയത്. 2 പ്രവാസങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത്, അസീറിയ രാജാവ് ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ, വടക്കൻ ഗോത്രങ്ങളെ അസീറിയയിലേക്ക് നാടുകടത്തി. ആ ഗോത്രങ്ങൾ പിന്നീട് ചരിത്രത്തിൽ നിന്ന് മറഞ്ഞുപോയ ഒരു ഓർമ്മയുണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. രണ്ടാമത്തെ പ്രവാസം നമുക്കറിയാം, യൂദാ ബെഞ്ചമിൻ ഗോത്രങ്ങൾ, യൂദയാ രാജ്യം ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയതാണ്. ഇതിലെ ആദ്യത്തെ പ്രവാസം, അസീറിയ രാജാവിനാൽ നാടുകടത്തപ്പെട്ട ജനത അസീറിയയിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ അസീറിയ രാജാവ് ഈ ആക്രമണം നാടുകടത്താൻ ആരംഭിച്ചത് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അസീറിയ രാജാവ് ആദ്യം വന്ന് കീഴടക്കുന്നത് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളെയാണ്. അപ്പോൾ ആദ്യമായി നാടുകടത്തപ്പെട്ട ജനത സെബുലൂൺ നഫ്താലി പ്രദേശത്തെ ജനതയായിരുന്നു. നിങ്ങൾ ബൈബിളിനെ ഇയറിൽ സംബന്ധിച്ചവരാണെങ്കിൽ ഞാൻ ഈ ഭാഗം വന്നപ്പോൾ അത് വിശദീകരിച്ചിരുന്നു. സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ജനം നാടുകടത്തപ്പെട്ട ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ആദ്യമായി നാടുകടത്തപ്പെട്ടത്
ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അടിമത്തത്തിൻ്റെ വേദന ആദ്യം അറിഞ്ഞ ഒരു ജനത എന്ന നിലയിൽ ഈ ജനതയ്ക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു 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 പദ്ധതി, ഒരു റോള് ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാമത്തെ അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. യൂദാ രാജാവായ അസരിയായുടെ 52-ാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമറിയായിൽ ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ, ഇത് ശ്രദ്ധിക്കാം, ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ, ആബേൽ, ബെത്മാഖ, യനോവ, കേദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി, കണ്ടോ, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ? അതായത് അസീറിയയിലേക്ക് നാടുകടത്തപ്പെട്ട ജനത്തിൻ്റെ പ്രവാസം ആരംഭിക്കുന്നത്, അടിമത്തം ആരംഭിക്കുന്നത് സെബുലൂൺ നഫ്താലി പ്രദേശത്തെ ജനങ്ങളെ ഈ നാട് കടത്തുന്നതോടുകൂടിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്ന, യഹൂദർ വിശ്വസിക്കുന്ന 10 ഗോത്രങ്ങളുടെ തകർച്ച ആരംഭിച്ചത്, ദുരന്തം ആരംഭിച്ചത്, അതിൻ്റെ ഏറ്റവും കിരാതമായ ആ വേദനകൾ ആരംഭിച്ചത് ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിലാണ്. ഇനി സാവകാശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കർത്താവ് യേശു മിശിഹ രാജാവായി വരുമ്പോൾ അവിടുന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിലാണ്. അതായത് എവിടെയാണോ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരധ്യായം ആരംഭിച്ചത്, അവിടെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അത് നമുക്ക് തരുന്ന സൂചന? ഈ രാജാവ്, നമ്മുടെ ഹൃദയങ്ങളുടെ രാജകുമാരനായ യേശു വരുമ്പോൾ ആ യേശു നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ പാദം ആദ്യം വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തകർക്കപ്പെട്ട മേഖലകളിലാണ്. നമ്മുടെ നല്ല ഭാവങ്ങളിലേക്കല്ല അവൻ വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളെ കണ്ടിട്ടല്ല അവൻ വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങളും പുണ്യങ്ങളും കണ്ട് നമ്മളെ വിശേഷപ്പെട്ടവരായി കണ്ടതുകൊണ്ടല്ല അവൻ വരുന്നത്. അവൻ വരുന്നത് നമ്മുടെ തകർച്ചകളിലേക്കാണ്. അവൻ വരുന്നത് നമ്മുടെ രോഗങ്ങളിലേക്കാണ്. അവൻ വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശ നിറഞ്ഞ അനുഭവങ്ങളിലേക്കാണ്. അപ്പോൾ ഈ ഹൃദയങ്ങളുടെ രാജകുമാരൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവൻ്റെ തകർച്ചകളെ നേരിടാൻ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ തകർച്ചകളെ സമർപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, നമുക്കെല്ലാം നമ്മുടെ എല്ലാ നല്ല ഭാവങ്ങളും ഓർക്കാനാണ് ഇഷ്ടം. ഈശോ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ, കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ലൂക്കാ 15-ലാണത്. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടു പോയാൽ അവള് വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി കണ്ടുകിട്ടുവോളം അന്വേഷിക്കാത്തത്? കണ്ടുകിട്ട് കഴിയുമ്പോൾ അവൾ വളരെ സന്തോഷിക്കും. ഈശോ പറഞ്ഞ ഈ ഉപമയിൽ ഈ സ്ത്രീ നാണയം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ അവൾ വിളക്ക് കൊളുത്തി എല്ലാ സ്ഥലവും അടിച്ചു വാരുകയാണ്. നമ്മളിതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തയുണ്ട്. അതായത് നമ്മളിങ്ങനെ വിചാരിക്കുക, നമുക്കൊരു നാണയം നഷ്ടപ്പെട്ടു, ഒരു നന്മ, ഒരു സുഹൃതം, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചില നല്ല ഫലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന ചില നല്ല ഭാവങ്ങൾ, അത് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? നഷ്ടപ്പെട്ടതിനെ നമ്മൾ അന്വേഷിക്കേണ്ടത് അത് മറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. വിളക്ക് കൊളുത്തിയിട്ട് അവളെല്ലാ സ്ഥലവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അത് നമ്മൾ അടിച്ചു വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണമല്ല. ഒരു കസേര ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുന്നു. എന്തെങ്കിലും ഇങ്ങനെ പുസ്തകങ്ങൾ കൂടിക്കിടപ്പുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായി എടുത്തു മാറ്റി അവിടെ പരിശോധിക്കുന്നു. കുറേ സാധനങ്ങൾ കൂടിക്കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി അടിച്ചു വാരി അവിടെ അന്വേഷിക്കുന്നു. സൂക്ഷ്മമായ ഒരു ശ്രദ്ധ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരുന്നു. ഇനി തുറക്കാത്ത ഒരു മുറിയുണ്ടെന്ന് വിചാരിക്കുക, പൂട്ടിയിട്ടിരിക്കുന്ന മുറി, അത് തുറക്കുന്നു, അവിടെയെല്ലാം തിരയുന്നു. ഇങ്ങനെയാണ് യേശു എന്ന് പറയുന്ന ആ നാണയം. ആ നാണയത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ
ഒരിക്കലും നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ കിടന്ന ചില മേഖലകളിൽ വിളക്ക് കൊളുത്തി നമ്മൾ അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകൾ ദൈവത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഉദാഹരണത്തിന്, മനുഷ്യരുടെ ജീവിതത്തിൽ അധികം ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തൊരു ഭാവമാണ് ഒരാളുടെ സെക്ഷുവാലിറ്റി, ലൈംഗികത. ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പാവങ്ങളും കുറവുകളും ഒക്കെ മനുഷ്യൻ വളരെ മറച്ചു പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ കണ്ണിൽ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറച്ചു പിടിക്കും. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് നമ്മളിത് കൊണ്ടുവരണം. കർത്താവേ, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്, ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ചിലരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നത്, എനിക്ക് ചിലരോടുള്ള സമീപനം ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകളാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക്, ഈ രാജാവിൻ്റെ അടുത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്? നമ്മുടെ നന്മകളല്ല, നമ്മുടെ തകർച്ചകളാണ്. സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, അന്ധകാരത്തിൽ കിടന്ന ജനം, അവരുടെ അടുത്തേക്കാണ് ഈ രാജാവ് കടന്നു വരുന്നത്. നമ്മുടെ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് കുമ്പസാരിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മ നിറഞ്ഞ മേഖലകളും നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. അതെല്ലാം കർത്താവിൻ്റെ കരുണയുടെ ഹൃദയമായ കുമ്പസാരക്കൂട്ടിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ സത്യസന്ധമായിട്ട് തുറന്നു പറയാനുള്ള ഒരു പ്രേരണയാണ് ഈ ഭാവി രാജാവിനെക്കുറിച്ച് യെശയ്യാ പ്രവചിക്കുമ്പോൾ സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന മനോഹരമായ ഒരു വായന. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. വാക്യം 3, അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. 6ാമത്തെ വാക്യം മനോഹരമാണ്. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇത് ബ്യൂട്ടിഫുൾ ആണത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിൽ ആയിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുമ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും രാജാവായി വാഴും. അവൻ രാജാവാണ്. ആ രാജാവ്, ആ കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് അവൻ? അവൻ അവൻ ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ഗോഡ് ഈസ് ഓൺ ഹിസ് ത്രോൺ. നമ്മളെ ഭരിക്കുന്നത് പിശാചല്ല, ലോകമല്ല, മനുഷ്യരല്ല, ദൈവമാണ്. നമ്മുടെ രാജാവ് കർത്താവാണ്. അവൻ ആധിപത്യം അവൻ്റെ ചുമലിലാണ്. അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. നമുക്ക് എന്ത് ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാദത്തിൽ ചെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്, അഭിപ്രായം ആരായേണ്ടത്. അവൻ വിസ്മയം നമുക്ക് ജനിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് ഉപദേശം തരാൻ കഴിവുള്ളവനാണ്. അതുപോലെ അവൻ ശക്തനായ ദൈവമാണ്. മനുഷ്യനല്ലിത്, അവൻ ശക്തനായ ദൈവമാണ്. അടുത്തത്, അവൻ നിത്യനായ പിതാവാണ്. അപ്പനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവനാണ്. അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്, നമുക്കൊരു ഹോംവർക്കായിട്ട്, ഒരു ടാസ്ക്കായിട്ട് ചെയ്യാൻ. ഒന്നാമത്തേത്, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് ഇതാണ്: ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീസസ്, മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഇന്ന് 1000 തവണ ഈ പ്രാർത്ഥന ചൊല്ലണം. യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീസസ്, മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇതുവരെ തുറന്നിട്ടില്ലാത്ത മേഖലകൾ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് തുറക്കണം. 2 രീതിയിലാണ് തുറക്കേണ്ടത്. ഒന്ന്, പ്രാർത്ഥനയിൽ തുറക്കണം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ചില തകർച്ചകളുണ്ട്, ചില ബലഹീനതകളുണ്ട്. അത് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ തുറക്കണം. നല്ല ഒരു കുമ്പസാരത്തിന് വേണ്ടി ഇരുന്ന് ഒരുങ്ങണം. നിങ്ങളൊന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. മറന്നു പോകാതിരിക്കാൻ, കുമ്പസാരക്കൂട്ടി ചെല്ലുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുമ്പസാരിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിലെ നമുക്കൊരു നല്ല ഒരുക്കവുമായിട്ട് അത് മാറും. അപ്പോൾ മറക്കരുത്, ടാസ്ക് 2 കാര്യങ്ങളാണ്. യേശുവേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 2, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും പാപങ്ങളും ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറയുക. കുമ്പസാരക്കൂട്ടിൽ പറയാൻ വേണ്ടി ഒരുങ്ങുക. പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ,
ഈ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. എപ്പിഫനിയുടെ 2ാമത്തെ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് യൂട്യൂബിലൂടെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇവർ എന്തെങ്കിലും വേദനകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്നുണ്ടെങ്കിൽ കർത്താവെ, അതിൻ്റെ മേലെല്ലാം നിൻ്റെ കരുണ വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ നിൻ്റെ കൃപയിൽ ഇവരെ പൊതിയണമേ. കർത്താവെ, നിന്നെ രാജാവായി ഞങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങാണ് ഞങ്ങളെ ഭരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ജനത്തിൻ്റെ സകല വേദനകളും അങ്ങ് ഏറ്റെടുക്കണമേ. ഇവരെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് കർത്താവെ മോചനം നൽകി ഇവരെ സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നാളെ എപ്പിഫനിയുടെ 3ാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണാൻ ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. അതുവരെ പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.